ഹായ്, എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലേശം ചിക്കനും വാങ്ങിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക ബിരിയാണി ആക്കാമെന്ന്. അതിനായിട്ട് ഞാൻ ചക്ക അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളും ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ആക്കുന്നതിൻ്റെ ഗ്രേവി ആക്കാം. അതിന് മസാലയാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം, പെരുംജീരകം ഇതിന് ശേഷം ഒരു ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് ചെറുതായി മുറിച്ച വലിയൊരു സവോളയാണ് എടുത്തിട്ടില്ലേ. സവോളയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം. സവോളയും കരിവേപ്പിലയും കൂടി നന്നായി വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മറ്റേതിലെല്ലാം ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നമുക്ക് ചിക്കൻ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ്. അതും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വരാം. അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് ചതച്ചതാണ്, കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നന്നായി ഒന്ന് ഇളക്കാം. നമ്മൾ സവോള ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. മീറ്റ് മസാല നമുക്കിപ്പം അതിൽ ചിക്കൻ മസാല വേണ്ടുന്നവർക്ക് ചിക്കൻ മസാല ഇടാം. ഞാൻ മീറ്റ് മസാല ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം. മീറ്റ് മസാല ചേർക്കുന്നത് നമ്മൾ കറുവപ്പട്ടയും ഏലക്കായെല്ലാം ചേർത്തിനല്ല. അപ്പോൾ പിന്നെ നമുക്കിനി അതിൽ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലിപ്പം കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്, കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് ഞാൻ ചിക്കൻ വേറെ തന്നെ വേവിക്കുക. ഒറ്റ വിസിൽ വന്നിട്ടില്ലോ, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം മസാല ആകുമ്പോഴത്തേനും അതും ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് നമ്മൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് സമയം കൂടുതൽ വേവണം. ഇതാകുമ്പോൾ ഒറ്റ വിസിൽ കൊണ്ടായിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗ്രേവിയും വേണമല്ലോ, നമ്മൾ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഒന്ന് കുറുകി വരണം. കണ്ടോ, ഇതാകുമ്പോൾ എല്ലിങ്ങനെ ചക്കക്കകത്ത് ഇട്ട് ഇളക്കുമ്പോൾ എല്ലൊന്നും കാണാനുണ്ടാവില്ല, എല്ല് മാത്രമേ കാണുള്ളൂ. ചക്കയെല്ലാം ചക്കയിട്ട് ഇളക്കുമ്പോഴത്തേന് ഇറച്ചിയൊന്നും കാണാനുണ്ടാവില്ല. കുറച്ച് എല്ല്, മറ്റേ എല്ലും കപ്പയും വെക്കുന്ന പോലെ ഇല്ല, എല്ലൊന്നും ഉണ്ടാവില്ല. അത് നന്നായി ഒന്ന് ഇളക്കി കുറുകി വരണം. ഉണ്ടോ, നല്ലപോലെ മണാലം വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ചിക്കനിവിടെ നന്നായി വെന്ത് റെഡിയായി യോജിച്ച് ഇതായിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചാറുണ്ടായാലും മാത്രമേ ചക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതല്ലേ. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാത്രം നിറയെ ഉണ്ട്, ചെറിയ പാത്രമായിപ്പോയി. പക്ഷെ എന്നാലും അതിൽ പിടിക്കും. കാരണം ഇളക്കിയെല്ലാം വരുമ്പോൾ യോജിച്ച് വരുമ്പോഴത്തേന് നല്ലോണം അടിഞ്ഞു പോകില്ലേ ചിക്കനും ചക്കയും കൂടി ഒന്നിച്ചാകുമ്പോഴത്തേന് കുറയും. ഉണ്ടായപ്പോൾ അത് തട്ടിപ്പൊട്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ചക്ക കുറച്ച് സമയം ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക്
തേങ്ങ ചേർക്കണം. ഞാനിത് അരച്ചിട്ടല്ല ചേർക്കുന്നത്. ഞാൻ ഒരു വലിയ മുറി തന്നെ നല്ലപോലെ ചിരകി എണ്ണയിൽ നല്ലപോലെ വറുത്തെടുത്തിട്ട് നല്ല മൊരിയെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൂട്ടുകറിക്കെല്ലാം ചേർക്കില്ലേ, എണ്ണ ലാസ്റ്റ് തേങ്ങ വറുത്തിടുമല്ലോ ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ്. എന്നാൽ നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കപ്പ ബിരിയാണിക്കെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഒതുക്കി എടുക്കും, അരച്ചെടുക്കും. അതിന് ശേഷം തേങ്ങാക്കൊത്താണ് എണ്ണയിൽ വറുത്തിടൽ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മൊരിയെ വറുത്തിട്ടാണ് ഇട്ടത്. ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കണം. എല്ലായിടത്തും തേങ്ങയും ചക്കയും അടിയിലത്തെ ചിക്കനെല്ലാം നല്ല മണം വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയെടുക്കണം. തിരിച്ച് ചക്കയും ചിക്കനും എല്ലാം ഒന്നിച്ചാക്കണം. നല്ലപോലെ ഇളക്കണം. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ഇളക്കിയിട്ടെങ്കിൽ എല്ലാം പുറത്തേക്ക് പോകും. അതുകൊണ്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. കുറേയും കൂടി നല്ല അടിപൊളിയായി ഇളക്കണം. എല്ലാം ഒരുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഒരുവിധം എല്ലാം ഇളക്കി യോജിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. നല്ലപോലെ എല്ലായിടത്തും അതിൻ്റെ ആ തേങ്ങ വറുത്തതും എല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റണം. കാരണം എല്ലായിടത്തും ഒന്നും കൂടി ആ ഒരു ആവിയിൽ കയറണം. അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വെക്കാം. ചക്ക ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടായിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഇതൊന്ന് കഴിക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മൾ കഴിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പറാണ്. അപ്പോൾ ബിരിയാണി പോലെ തന്നെ ഇന്ന് പാർട്ട് വന്നിട്ടില്ല. കഴിക്കണമെങ്കിൽ പാർട്ടിക്ക് പറ്റുണ്ടാകുന്നില്ല. അടിപൊളി ടേസ്റ്റ് തന്നെ. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.